ഹായ് ഗായ്സ്, അപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ഡയബറ്റിക് ആയതും അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഞാൻ ഒത്തിരി സംഭവം യൂസ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറച്ച് സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഞാനപ്പോൾ ഒരു 4 വർഷവും എനിക്ക് തോന്നുന്നു 4 വർഷത്തിന് താഴെയായിട്ട് ഞാൻ ഡയബറ്റിക് ആണ്. അപ്പം ഇൻസുലിൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ താമസിക്കുന്നത് ഇറ്റലിയിലാണ്. അപ്പം ഇവിടുത്തെ ഗവൺമെൻറ്റിന് നമ്മൾ റിക്വസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുക്കാണ്ട് തന്നെ ഇവർ നമുക്ക് മെറ്റീരിയൽസൊക്കെ തരും. അപ്പോൾ അതിലൊരു മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സ്ലീവ്ലെസ് ഡ്രസ്സിലാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് അത് നന്നായിട്ട് കാണാനൊക്കെ പറ്റുള്ളൂ. ഞാനവിടെ പുട്ട് ചെയ്യുന്നതും അങ്ങനെയുള്ളത്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് സെൻസർ. ഇത് ഇത് സാനിറ്റൈസർ. ഇത് വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഏത് സ്ഥലത്താണ് നമ്മൾ വെക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ സ്ഥലം നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഓക്കെ, ക്ലീൻ ചെയ്തു. ഇനി എൻ്റെ കയ്യിലുള്ളത് സെൻസറാണ്. ഇത് നമ്മുടെ കയ്യിലേക്ക് അറ്റാച്ച് ചെയ്യണം. ഈ സംഭവമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു നീഡിലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ ഉള്ളിലൊരു നീഡിലാണ്. ഇത് നമ്മൾ പൊളിച്ച് കളയണം. എനിക്ക് അത്ര നന്നായിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല കേട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വിടിയിക്കും. ഓ ഷിറ്റ്, ഇങ്ങനെ പെടി. ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പെടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കും. വേണ്ട, ഒരു ശബ്ദം കിട്ടില്ലേ? അപ്പോൾ ഇത് സെറ്റായി എന്നാണ്. എന്നിട്ട് ഇത് പയ്യെ നമ്മൾ വലിച്ചെടുക്കാം. ഇത് സ്റ്റിക്കർ പറിച്ചെടുക്കണം. നേരത്തെ പറഞ്ഞു പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. കണ്ടോ, നീഡിൽ കാണാൻ പറ്റുന്നില്ലേ? കൂടുതൽ നന്നായിട്ട് കാണിക്കാൻ പറ്റില്ല. വേണ്ട, ഈ നീഡിൽ വേണ്ടോ? ഇതാണ് സംഭവം, നീഡിൽ. ഓക്കെ, ഈ കാണുന്ന നീഡിലില്ലേ, ഇത് നമ്മൾ ഈ ഗ്രീൻ ബട്ടണിൽ നമ്മൾ ഞെക്കണം. അപ്പോൾ നോക്കിക്കോ, ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. ഇത് നമ്മുടെ കൈയുടെ ഈ ബാക്ക് സൈഡിലാണ് കുറച്ചും കൂടി ബെറ്റർ. ഇവിടെ വെക്കുക, ഈ ഗ്രീൻ ബട്ടണിൽ ഞെക്കുക. 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, വേദനയും ഇട്ടാ പിന്നെ കാണിക്കാത്തതാണ്. ഇനി നമ്മൾ ഇതിൽ പ്രസ് ചെയ്തിട്ട് ഇത് ഊരണം. പയ്യെ ഇതങ്ങ് ഊരിയെടുക്കണം പ്രസ് ചെയ്തിട്ട്. ഞാൻ കുത്തിയാണ് ഫുള്ള് ദേഹമാസകലം പാടും. ഓക്കെ, അത് ഊരി വന്നു. ഇത് ബാറ്ററിയാണ് ഇതിൻ്റെ. അത് നമ്മളിടണം. ഇത് നമ്മൾ ഞാനിത് പറിച്ച് കളഞ്ഞില്ലായിരുന്നു ഗൈസ്. എനിക്ക് മുമ്പ് ഇതൊന്ന് പറിച്ച് കളഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒട്ടിക്കുക. വിടാം, നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു സംഭവം ഫിറ്റ് ചെയ്യാം. വേണ്ട, ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട്. ഓക്കെ, ഇതങ്ങ് ഒട്ടിച്ചങ്ങ് ചേർത്ത് കൊടുക്കുക. ഇതൊരു 7 ദിവസത്തേക്കാണ് കേട്ടോ ഇതിൻ്റെ ഒരു കണക്ക്. ഓക്കെ, ഈ ഒരു പരിപാടി കഴിഞ്ഞു. ഇനി വാമപ്പാണ്. ഒരു 2 മണിക്കൂർ വാമപ്പാണ് ചെയ്യുന്നത്. ഇതിപ്പം സെൻസർ വാമപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. 2 മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്തു. ഇനി ഇത് നമ്മൾ ഇങ്ങനെ ഇരിക്കുമെന്ന് വിചാരിക്കരുത്. ഇതിലേക്ക് നമ്മളൊരു കുറച്ചും കൂടി സപ്പോർട്ടിന് നമുക്ക് ഫാർമസിയിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റും. ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഒരെണ്ണം ഒട്ടിക്കാറുള്ളൂ. അപ്പോൾ എൻ്റെ ഇങ്ങനെ ലാസ്റ്റ് ചെയ്യാറുണ്ട്. അത് നിങ്ങൾ ഓക്കെ നല്ല രീതിയിൽ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ, ഫിറ്റ് ചെയ്യാം. ഇത് പറഞ്ഞു പോവാതിരിക്കാനാണ്. ഇതൊക്കെ നമുക്ക് ഇവിടുത്തെ ആസിലിൽ നിന്ന് നമുക്ക് ഒരെണ്ണയൊക്കെ തരുള്ളൂ. പോയി കഴിഞ്ഞാൽ പോയത് തന്നെയാണ്. ഇത് സെറ്റായില്ല. ഞാനപ്പം ഒന്നും കൂടി ഒരെണ്ണം ഒട്ടിച്ചേ. ഇത് ഒരെണ്ണം കയറിപ്പോയി. ഓ, ഫുള്ളെല്ലാം വെള്ള. നല്ല രീതിയിൽ ഇത് ഒട്ടിച്ചു കൊടുക്കുക. ഇത് കുറച്ചും കൂടി വൃത്തിക്കൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ വരാറുള്ളൂ. അപ്പം സെൻസറിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇതാണ് സെൻസറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത് ഇൻസുലിൻ പമ്പ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. അതായത് ഞാൻ യൂസ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു 2 മാസം മാക്സിമം ആയിട്ടുള്ളൂ ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിലാണ് നമ്മൾ ഇൻസുലിൻ നിറയ്ക്കേണ്ടത്. ഞാനിതിനകത്തേക്ക് 3 ദിവസത്തേക്ക് ഒരു 200 യൂണിറ്റ്, അതായത് ഇതിലൊരു 200 യൂണിറ്റാണ് ഞാനിതിൽ
നിറയ്ക്കാറുള്ളത്. ഫില്ല് ചെയ്യുക ഇൻസുലിൻ. ഇങ്ങനെയാണ് ഞാൻ ഫില്ല് ചെയ്യാറുള്ളത്. ഓക്കെ, സെറ്റായിട്ടാണ്. നമ്മൾ ഇൻസുലിൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതെടുക്കുക. ഓക്കെ, ഇത് ബാലൻസ്, ഇതിന് ബാലൻസ് ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കാം, 3 ദിവസം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഇത് പയ്യെ ഇത് തിരിച്ചെടുക്കാം. ഇതും പയ്യെ തന്നെ ഇതാക്കാം. വേണ്ട, അപ്പം നമ്മുടെ ചെറിയ ഇൻസുലിൻ. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇത് മാറ്റി വെക്കാം. ഇത് നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ, എല്ലാം ആവശ്യമുള്ളത് തന്നെയാണ്. ഈ ഒരു സംഭവത്തിലേക്ക് ഇത് ഇങ്ങനെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ച് ചെയ്യണതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, ഫിറ്റ് ചെയ്യുക. ഇതാണ് സംഭവം. ഇപ്പം ഇത് അടഞ്ഞിരിക്കുക കേട്ടോ, ഇത് അടഞ്ഞ് തന്നെ ഇരിക്കട്ടെ. നമ്മുടെ ഈ ഇൻസുലിൻ പമ്പ് ഇതിനകത്തേക്ക് വെക്കാം, ടൈറ്റാക്കാം. ഇനി നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് എടുക്കാം. ഇനിയാണ് നമ്മളിത് റിമൂവ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇത് ലോഡായിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ല് ചെയ്യണം. കാരണം നാട്ടിൽ നമ്മൾ പൈപ്പൊക്കെ പറയുമ്പോൾ ട്യൂബ് കൂടെ വലിച്ചൊക്കെ നോക്കില്ലേ, വെള്ളം വന്നു നോക്കുക, അതുപോലൊരു സംഭവം. ഇത് വലിച്ചു നോക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇവിടെ തന്നെ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് നമുക്ക് ഫില്ല് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് ഫില്ല് ചെയ്യാനാണ്. അപ്പം ഇൻസുലിൻ നിങ്ങൾക്ക് കാണാൻ പറ്റൂ കേട്ടോ, നിങ്ങൾ നോക്കിയിരുന്നു ഇതിലേക്ക്. വേണ്ട, ഇൻസുലിനാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മൾ റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇതിവിടെയാണ് പ്രസ് ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ വയറിലേക്ക് ഈ ഒരു ഇതിൻ്റെ ഈ ആരോ ഈ പൊസിഷനിൽ വരുന്ന രീതിയിൽ ഇവിടെ തന്നെ ഫിറ്റ് ചെയ്തു. ഓക്കെ, സെറ്റ്. ഇനി നമ്മൾ നമ്മുടെ സംഭവം ഫിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഇത് കണ്ടിന്യൂസ് നമ്മളിത് കീപ്പ് ചെയ്യാം, ഇവിടെ തന്നെ വെച്ചിട്ട് കീപ്പ് ചെയ്യാം. ഇങ്ങനെയാണ് ഞാൻ ജോലിക്ക് പോകാറുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ബ്രൈഡകത്തൊക്കെ ആയിട്ട് വെക്കാം കേട്ടോ, അപ്പോൾ ആരും കാണുമൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഡയബറ്റിക് ഉണ്ടെന്ന് എല്ലാവരും അറിയുന്നതിൽ എനിക്ക് നാണക്കേടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇത് ഞാൻ പഠിച്ച സംഭവമില്ലേ, ഇത് കണ്ട ഒരു ചെറിയൊരു ട്യൂബ് പോലെ തന്നെയാണ്. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ പ്രസ് ചെയ്യുമ്പോൾ സ്കിന്നിൻ്റെ അകത്തേക്ക് ഈ ട്യൂബ് അങ്ങ് പോവും. 3 ദിവസം കൂടുമ്പോൾ അത് മാറ്റണം, അല്ലെങ്കിൽ നമുക്ക് വല്ല ഇൻഫെക്ഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. മാക്സിമം 3 ദിവസം എന്ന് അവർ പറയുന്നത്. അപ്പോൾ ഈ ട്യൂബ് വഴിയാണ് ഇൻസുലിൻ കണ്ടിന്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഡയബറ്റിക് വന്നിട്ട് ടൈപ്പ് 3 ആയിട്ട് വരും. ഓൾമോസ്റ്റ് ടൈപ്പ് 1 ആയിട്ട് സിമിലർ ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ്. അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എൻ്റെ മരണം വരെ ഈ ഡയബറ്റിക് എൻ്റെ കൂടെ തന്നെയുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡയബറ്റിക് അങ്ങനെയാണല്ലോ, ഡയബറ്റിക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, അതിൽ നിന്നൊരു മുക്തിയില്ലല്ലോ, അങ്ങനെയാണല്ലോ. അപ്പം ഈ സംഭവം ഇൻസുലിൻ പമ്പ്, അതായത് ഇൻസുലിൻ പമ്പ് എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം 2 മാസമായിട്ട് ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് എനിക്കിത് ബുദ്ധിമുട്ട് തന്നെയാണ്. ചില സമയത്ത് എന്ന് വെച്ചാൽ മിക്കപ്പോഴും ഉറങ്ങണ ടൈമിൽ തന്നെയാണ് എനിക്കിത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. കാരണം നമ്മൾ എത്രയൊക്കെ എന്താ പറയുക ഫോൺ അഡിക്റ്റ് ആണെന്ന് പറഞ്ഞാലും കിടക്കാൻ നേരത്ത് അല്ലെങ്കിൽ നല്ല ഉറക്കം വരുന്ന സമയത്ത് നമ്മൾ ഫോൺ മാറ്റി വെക്കില്ലേ, അതുപോലെ എനിക്കിത് മാറ്റി വെക്കണമെന്നുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല. ഉറങ്ങുന്ന സമയത്ത്, കുളിക്കുന്ന സമയത്ത് പറ്റില്ല. കുളിക്കുന്ന സമയത്ത് നമുക്ക് സസ്പെൻഡഡ് ഡെലിവറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഞെക്കിയിട്ട് മാക്സിമം 2 മണിക്കൂർ, അതിൽ കൂടുതൽ പറ്റില്ല എന്ന് അവർ പറഞ്ഞത്. കാരണം 2 മണിക്കൂർ കൂടുതൽ ഇത് മാറ്റി വെക്കാൻ പറ്റില്ല നമുക്ക്. കുളിക്കുന്ന സമയത്ത് മാത്രമാണ് ഇവരിത് മാറ്റി വെക്കാൻ പറയുന്നത്. അല്ലാണ്ട് കിടക്കുന്ന സമയത്ത് മസ്റ്റായിട്ട് വേണമെന്ന് പറയുന്നത്. കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഡയബറ്റിക്, അതായത് നമ്മുടെ ഈ ഷുഗർ ഹൈ ആകും, അങ്ങനെ വരാറുണ്ട്. അപ്പം ഹൈ ആവുന്ന സമയത്ത് ഇൻസുലിൻ കൊടുത്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ശരീരത്തേക്ക് ഇൻസുലിൻ കൊടുക്കുക. കാരണം നമ്മുടെ ശരീരത്ത് പാൻക്രിയാസ് ആണല്ലോ ഈ പറയുന്ന പോലെ ഇൻസുലിൻ തരുന്നത്. പാൻക്രിയാസ് ആണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻ്റെ കേസിൽ എൻ്റെ പാൻക്രിയാസ് നശിച്ച് ധാരാളക്കല്ലായിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യില്ല, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യില്ല, ഒട്ടും പ്രൊഡ്യൂസ് ചെയ്യില്ല എന്നല്ല, ചില സമയത്ത് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ചെറിയൊരു രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ആ സമയത്താണ് എനിക്ക് ലോ ഷുഗറായി വരുന്നത്. കാരണം പുറത്തുനിന്ന് കൊടുക്കുന്ന ഇൻസുലിനും അകത്തുനിന്ന് വരുന്ന ഇൻസുലിനും കൂടി വരുമ്പോൾ എന്താ പറയുക, ലോ ഷുഗറായി പോകും. അങ്ങനെ എനിക്കൊരു 21 വരെയൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു ടൈം വല്ലാത്തൊരു ടൈം തന്നെയാണ്. കാരണം തലയൊക്കെ കറങ്ങും,
ഇങ്ങനെ കാലിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ തളർന്നൊക്കെ പോവും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം തന്നെ ഞാൻ വേഗം വല്ല മിഠായി പഞ്ചസാര അങ്ങനെയൊക്കെ എടുത്ത് കഴിക്കും, വല്ല എന്താ പറയുക ജ്യൂസൊക്കെ കുടിക്കും, പെട്ടെന്ന് ഹൈ ആവും. ആ സമയത്ത് വലിച്ചു വാരി കഴിക്കും ഷുഗറൊക്കെ. പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അതൊരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും അങ്ങനെ തന്നെ പോകും. അരമണിക്കൂറിനുള്ളിലൊക്കെ സെറ്റാവും. പിന്നെ നോക്കുമ്പോൾ ഹൈ ഷുഗർ ആയിരിക്കും. ഹൈ ഷുഗർ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണം, ഇറിറ്റേറ്റഡ് അങ്ങനെയൊക്കെയാണ് ഹൈ ഷുഗറിൻ്റെ. അപ്പം ഇതൊരു വല്ലാത്തൊരു അസുഖം തന്നെയാണ്. പിന്നെ ഞാനിങ്ങനെ ഇതായിട്ടിങ്ങനെ പൊരുത്തപ്പെട്ട് അങ്ങനെ പോകും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ സംഭവം ഇത് വന്നിട്ട് നമ്മൾ ഈ കിടന്നുറങ്ങണ സമയത്തും വെക്കുമ്പോൾ എനിക്കിത് ബുദ്ധിമുട്ടാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ ഓട്ട മത്സരത്തിന് പോണ പോലെയൊക്കെയാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. കാലൊക്കെ മുകളിൽ വെച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. അപ്പം എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെയാണ് കംഫർട്ടായിട്ട് ഞാൻ അങ്ങനെ കിടന്ന് ശീലിച്ച് പോയതുകൊണ്ട് അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കുമ്പോൾ ഈ ഇൻസുലിൻ പമ്പ് എൻ്റെ അരയിലിരിക്കുന്നത് കൊണ്ട് എൻ്റെ വയറ്റിൽ കുത്തിക്കൊള്ളുന്ന പോലെ. കാരണം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സംഭവത്തിന് മുകളിൽ കയറി അറിയാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വേദനിക്കില്ലേ, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ. അതുപോലെ തന്നെ എനിക്കും വേദനിക്കാറുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഇതും കൊണ്ട് എനിക്ക് നിലവിൽ ഇപ്പോൾ ഉള്ളൂ. വേറെ ബുദ്ധിമുട്ടില്ല, കിടക്കുന്ന സമയത്തുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഡ്രസ്സ് മാറുന്ന സമയത്ത്, കാരണം ഞാൻ ചില സമയത്ത് മറന്നു പോകും ഇതിൻ്റെ കാര്യം. അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെഡിൽ വെച്ചിട്ടായിരിക്കും ഞാൻ പാൻറ്റൊക്കെ എടുത്തിടുന്നത്. ആ സമയത്ത് ഞാൻ അറിയാണ്ട് എഴുതി നിൽക്കുമ്പോഴേക്കും ഇത് ആ ട്യൂബിൻ്റെ സപ്പോർട്ടിൽ മാത്രം ഇതിങ്ങനെ കിടക്കും, താഴേക്ക് ഇങ്ങനെ കിടക്കും. അപ്പോൾ എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഈ ഡയബറ്റിക്കിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇപ്പം ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങളോടൊന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.